നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നിലപാടെടുക്കുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരു ആർജവം വേണം. പറഞ്ഞ വാക്കിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം വേണം. എന്നാൽ അങ്ങനെയൊന്നും എനിക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പിണറായി വിജയനെ പോലെയൊക്കെ തന്നെയാണ് ഞാൻ, വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് വി.ഡി. സതീശൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തെളിയിച്ചിരിക്കുന്നു. പറഞ്ഞു വരുന്നത് PM ശ്രീ പദ്ധതിയുടെ കാര്യമാണ്. PM ശ്രീ പദ്ധതിയിൽ വി.ഡി. സതീശൻ നിന്ന് വെട്ടി വിയർക്കുകയാണ്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ എന്തായിരുന്നു വി.ഡി. സതീശന്റെ നിലപാട്? ആ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എടുത്ത് അറബിക്കടലിൽ എറിയും എന്നൊക്കെയായിരുന്നു. എന്നിട്ട് എന്തേ ഇപ്പോൾ നിങ്ങൾ അത് അറബിക്കടലിൽ എടുത്ത് എറിയാത്തത്? അതാണ് പറഞ്ഞത്. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ. വി.ഡി. സതീശൻ എല്ലായ്പ്പോഴും വി.ഡി. സതീശന്റെ അനുയായികളൊക്കെ പറയുന്നത് നിലപാടിന്റെ രാജാവ്, രാജകുമാരൻ എന്നൊക്കെയാണല്ലോ. അതായത് ഒരു ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനം, അതിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്നൊക്കെ വി.ഡി. സതീശൻ പല കാര്യങ്ങളിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ് വി.ഡി. സതീശൻ. സതീശന്റെ ചിരിയുണ്ടല്ലോ, കൊള്ളാം, നല്ല ചിരിയാണ്. എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, കേരളത്തിന് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടി, പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ. ഇപ്പോൾ അത് മാറ്റി പറയേണ്ടി വരികയാണ്. കേരളത്തിന് കരയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ എന്നുള്ള ഗതികെട്ട പറച്ചിലേക്ക് ഇപ്പോൾ എത്തേണ്ടി വന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, വി.ഡി. സതീശൻ വെട്ടി വിയർക്കുന്നു എന്ന് പറയുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. മുൻപ് പിണറായി വിജയൻ ചില നിലപാടുകൾ എടുക്കും, അതിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ യൂട്ടേൺ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ വലിയ വിമർശനങ്ങൾ പിണറായിക്ക് നേരെ നമ്മൾ ചൊരിഞ്ഞിട്ടുമുണ്ട്. അതേ അവസ്ഥയാണ് വി.ഡി. സതീശന്റെ കാര്യത്തിലും. പ്രത്യേകിച്ച് പിണറായി സമസ്തയ്ക്ക് മുൻപിലൊക്കെ നിന്ന് മുട്ടുവിറയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ സമസ്തയെ കാണുമ്പോൾ പേടിക്കരുതെന്ന്. എന്നാൽ അതേ ഒരവസ്ഥയാണ് വി.ഡി. സതീശനെയും കാത്തിരിക്കുന്നത്. സമസ്തയും മറ്റു ചില സമുദായ സംഘടനകളും ഒക്കെ വിരട്ടുമ്പോൾ അവിടെ ഇരിക്കേണ്ട ഒരു ഗതികേട് ഈ പറയുന്ന വി.ഡി. സതീശനും വന്നിരിക്കുകയാണ്. സമുദായങ്ങളെയും മതസംഘടനകളെയും ഒക്കെ താങ്ങാനും പ്രീണിപ്പിക്കാനും പോകുമ്പോൾ ഇതൊക്കെ നേരിടേണ്ടി വരും. വി.ഡി. സതീശൻ സർക്കാരിന് നേരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയൊക്കെ ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സർക്കാരിനെ വിമർശിച്ച് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. വിഷയത്തിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വാചകമടിയുണ്ട്. മുൻ സർക്കാർ ആ പദ്ധതിയുമായി മുൻപോട്ട് പോയതുകൊണ്ട്, കാശ് മേടിച്ചതുകൊണ്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന്. നല്ല ഒന്നാന്തരം ന്യായീകരണമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മുൻ സർക്കാർ ഈ പദ്ധതിയിൽ കരാറിൽ ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പണം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സതീശ, നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ, ഇനിയെങ്കിലും ഈ നുണപറച്ചിലൊന്ന് നിർത്തിക്കൂടെ എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെ ഗീർവാണം അടിയായിരുന്നോ, എന്നാൽ ഭരണപക്ഷത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം മറന്നുപോയി എന്നുള്ളതാണ് സതീശന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും കൊള്ളാം, കേരളത്തിലെ ജനങ്ങൾ പൂക്കി മുഖ്യമന്ത്രിയെ തൂക്കി പുറത്തിടാതിരുന്നാൽ കൊള്ളാം. കാരണം ഒരു വഴിക്കൂടെ മുഖ്യമന്ത്രിക്ക് തെറിവിളി കേട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും മുൻപ് പറഞ്ഞ പല കാര്യങ്ങളിൽ വെള്ളം ചേർക്കാനാണ് തീരുമാനമെങ്കിൽ എല്ലാവരും കൂടി എടുത്തിട്ട് പൊതിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ട് പോകുന്നതിനെതിരെ കടുത്ത സമ്മർദ്ദവുമായി ഇപ്പോൾ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇരുവിഭാഗം സംസ്ഥകളും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാണ് സമസ്തയുടെ നിലപാട്. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നിലപാട് പറയുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. അധികാരത്തിലേക്കേറിയാൽ പദ്ധതി നടപ്പാക്കില്ല എന്ന മുൻ നിലപാടിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്കും ചരിത്ര സത്യങ്ങൾക്കും എതിരാണ് PM ശ്രീയെങ്കിൽ അതിൽ നിന്നും പിൻവാങ്ങേണ്ടതാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അതേസമയം UDF നിലപാട് രാഷ്ട്രീയ സത്യസന്ധതയെ തകർക്കുന്നതാണെന്ന് സമസ്തയുടെ പോഷക സംഘടനയായ SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ആരോപിച്ചു. നേരത്തെ പിണറായി വിജയൻ സർക്കാർ മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയപ്പോൾ ഒടുവിൽ കേന്ദ്രത്തിന് കത്തയച്ച് കേരളം പദ്ധതിയിൽ നിന്നും പിന്മാറിയതാണ്. അങ്ങനെ ഒരു പദ്ധതിയുമായാണ് പുതിയ സർക്കാർ വീണ്ടും മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻ സർക്കാർ പിന്മാറിയ ഒരു കേന്ദ്ര പദ്ധതിയുമായി ജനവികാരം മാനിക്കാതെ UDF സർക്കാർ വീണ്ടും മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു.
ഈ ജനവിരുദ്ധ നിലപാട് തിരുത്താൻ UDF മുന്നണിയിൽ ആരുമില്ലേ എന്ന് മതേതര കേരളം ചോദിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കരുതെന്ന് SKSSFും വ്യക്തമാക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരാറിനെ ശക്തമായി എതിർത്തു. സംഘപരിവാറിന് വഴങ്ങുന്നുവെന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് സർക്കാരാണ്. PM ശ്രീ കേരള സാഹചര്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും SKSSF സെക്രട്ടറി OP അഷ്റഫ് പറഞ്ഞു. PM ശ്രീയിൽ രാഷ്ട്രീയ പോര് കടുക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് LDFന്റെയും തീരുമാനം. പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. PM ശ്രീയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപെതിർത്ത പദ്ധതി സ്വന്തം വകുപ്പിലൂടെ നടപ്പാക്കുന്നതിൽ പ്രതിരോധത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതേസമയം എത്രമേൽ സമ്മർദ്ദമുണ്ടെങ്കിലും പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയ പിന്മാറ്റം സാധ്യമല്ല. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ പ്രധാന ഉപാധികളിലൊന്ന് തന്നെ കരാർ റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണ് എന്നതാണ്. സർക്കാർ മാറിയാലും സംസ്ഥാനത്തിന് പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനോ കരാർ റദ്ദാക്കാനോ കഴിയില്ല എന്നും ഇപ്പോൾ സർക്കാർ വാദിക്കുന്നത്. പിന്നെ UDF സർക്കാരിന് മുന്നിലുള്ളത് 2 വഴികളാണ്. ധാരണാപത്രം അനുസരിച്ച് പദ്ധതി നടപ്പാക്കുക, അടുത്ത വർഷത്തോടെ അവസാനിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് തുടർ നടപടികളില്ലാതെ നീട്ടിക്കൊണ്ടു പോകുക എന്നിവയാണ്. രണ്ടാമത്തെ വഴിയാണെങ്കിൽ വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള കേന്ദ്ര ഫണ്ട് തുടർന്നും തടസ്സപ്പെടും. അതിനാൽ രാഷ്ട്രീയമായി എതിർക്കുന്ന കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തിൽ ഒഴിവാക്കണമെന്നതടക്കമുള്ള ഉപാധികളോടെ PM ശ്രീ നടപ്പാക്കാമെന്ന നിലപാടിൽ UDF സർക്കാർ എത്തിച്ചേരുകയായിരുന്നു എന്നാണ് സർക്കാർ വാദം. ഇതിനായി സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന 2 ഉപാധികളും നിലവിൽ കേന്ദ്രം അംഗീകരിച്ചുവെന്നാണ് വിവരങ്ങൾ. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ മാതൃകാ കേന്ദ്രങ്ങളായാണ് PM ശ്രീ സ്കൂളുകളെ കേന്ദ്രം വിഭാവനം ചെയ്യുന്നതെങ്കിലും കേന്ദ്ര സിലബസ് വേണമെന്ന് നിർബന്ധമില്ല. നിലവിൽ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ അതത് ഇടത്തെ സിലബസും സംസ്ഥാന ബോർഡ് പരീക്ഷയും തന്നെയാണ്. പദ്ധതിക്കുള്ള സ്കൂളുകളെ തെരഞ്ഞെടുക്കാനുള്ള വിലയിരുത്തൽ നടത്തേണ്ടതും സംസ്ഥാനം നിയോഗിക്കുന്ന സമിതിയാണ്. അതിനാൽ ഈ 2 കാര്യങ്ങളിലും പുതിയ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളിൽ തർക്കത്തിന് സാധ്യതയില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്താകെ നടപ്പാക്കണമെന്നതാണ് ധാരണാപത്രത്തിലെ മറ്റൊരു വിവാദ ഉപാധി. എന്നാൽ അത് PM ശ്രീ സ്കൂളുകളിൽ മാത്രമാണോ അതോ എല്ലാ സ്കൂളുകളിലുമാണോ എന്നതിൽ വ്യക്തതയില്ല. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ NEP കർശനമായി നടപ്പാക്കിയിട്ടുമില്ല. സ്കൂൾ തലങ്ങളുടെ ഘടനാമാറ്റം, 1-ാം ക്ലാസ് പ്രവേശന പ്രായം 6 വയസ്സാക്കൽ എന്നിവയാണ് NEPക്ക് വേണ്ടി വരുന്ന പ്രധാന മാറ്റങ്ങൾ. ഇതിൽ 6 വയസ്സ് പരിധി അടുത്ത അധ്യയന വർഷം നടപ്പാക്കാൻ LDF സർക്കാർ തന്നെ തീരുമാനിച്ചിരുന്നു. NEP നിർദ്ദേശിക്കുന്ന പല ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണവും നടന്നത്. NEPയിൽ അനുകൂലിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ LDF സർക്കാരിൻ്റെയും നിലപാട്. PM ശ്രീ ഉപാധികളോടെ നടപ്പാക്കാമെന്ന നിലപാട് ഭരണമുന്നണിയായ UDFനെയും പ്രതിപക്ഷത്തുള്ള LDFനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ്. നിയമപരമായി പിന്മാറാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെങ്കിലും അത് പ്രതിപക്ഷത്തായിരുന്നപ്പോഴത്തെ നിലപാടിൽ നിന്നുള്ള മലക്കം മറിച്ചിലാണെന്ന ആരോപണം ശക്തമാണ്. എന്നാൽ പദ്ധതി ഒപ്പിട്ടത് തങ്ങളുടെ ഭരണകാലത്താണെന്ന് LDFനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സന്ദർശിച്ചതിന് പിന്നാലെ നടന്ന രഹസ്യ ഒപ്പിടൽ ഡീലാണെന്ന ആരോപണം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അടക്കം ഉന്നയിച്ചതാണ്. അതേ ഡീൽ ആരോപണത്തിന്റെ മുന കോൺഗ്രസിന് നേരെ തിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, PM ശ്രീയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ, അതിന് പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാനത്തിന് കിട്ടാനുള്ള ഫണ്ട് തടഞ്ഞു വയ്ക്കും എന്നൊക്കെയുള്ള കേന്ദ്രത്തിന്റെ ഭീഷണി അത് വിലപ്പോകില്ല. അതിനെ 8ആയി മടക്കി അങ്ങ് പോക്കറ്റിൽ ഇട്ടോളാൻ പറയാനുള്ള ഒരു ആർജവം സർക്കാർ കാണിക്കണം. ഇതേ ഭീഷണിയുമായിട്ട് തമിഴ്നാട് സർക്കാരിനെ കേന്ദ്രം സമീപിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ നിലപാട്? അവർ കോടതിയിലേക്ക് പോയി. അവർ നിയമപരമായി തുക നേടിയെടുക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ അതിനൊന്നും കഴിയില്ല. ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളൊരു ഏർപ്പാടിലേക്ക് തിരിയാനാണ് VD സതീശൻ സർക്കാരും തയ്യാറാകുന്നത്. ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ആർജവം VD സതീശൻ കാണിക്കണമായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി വേഷത്തിലേക്ക് പരകായ പ്രവേശനം ചെയ്തപ്പോഴത്തേക്ക് എല്ലാം മറന്നുപോയിരിക്കുകയാണ് VD സതീശൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.